വെരി ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഗ്രീൻ ടീ ക്ലാസ്സാണ്. അതായത് നമ്മൾ കേരള പോലീസ് കോൺസ്റ്റബിളിന് വേണ്ടിയിട്ടും SIക്ക് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് പഠിക്കുന്നത് എന്താണ് പോർച്ചുഗീസുകാർ. അത് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അല്ലേ, നമ്മുടെ അൽബുക്കർക്കിന് തൊട്ട് മുമ്പ് വാസ്കോ ഡ ഗാമ. അതിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ഒരാൾ കമൻറ്റ് ചോദിച്ചിരുന്നു, ഞാൻ പിന്നെ അത് ചെയ്തിട്ടില്ല. അത് കാണാത്തവർ എൻ്റെ ലിങ്ക് കാർഡിൽ വരും, അത് കാണണം. ഫാസ്റ്റ് കമൻറ്റിൽ ഞാൻ പിൻ ചെയ്യാൻ ശ്രമിച്ചേക്കാം. പിന്നെ കുഞ്ഞാലി മരക്കാറാണ് എനിക്ക് തുടങ്ങേണ്ടത്. അതൊരു വൈഡ് ക്ലാസ്സാണ്, കാരണം ഒരുപാട് ടോപ്പിക്ക് തീർക്കാറുണ്ട്, അതുകൊണ്ട് ഞാൻ എടുക്കുകയാണ്. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ 4 കുഞ്ഞാലി മരക്കാരന്മാരാണ് മൊത്തം ഉള്ളത്. അത് ഓരോരുത്തരെയും പഠിക്കണം, ഓരോരുത്തർക്കും ഓരോ പേരാണ്. ഓക്കെ, ഫസ്റ്റ് നോക്കുക. കുട്ടി അഹമ്മദ് അലി, ഇതാണ് ഫസ്റ്റ് ആള്. കുഞ്ഞാലി മരക്കാർ ഫസ്റ്റ് ആളുടെ പേരാണ് കുട്ടി അഹമ്മദ് അലി. അടുത്തത് കുട്ടി പോക്കർ അലിയാണ്. രണ്ടാമത്തെ ആള് കുട്ടി പോക്കർ അലി. ഒന്നാമത്തെ ആള് നടക്കണം കുട്ടി അഹമ്മദ് അലി. രണ്ടാമത്തെ ആള് കുട്ടി പോക്കർ അലി. മൂന്നാമത്തെ ആളാണ് പടുമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ. നാലാമത്തെ ആള് മുഹമ്മദ് അലി മരക്കാർ. 4 കുഞ്ഞാലി മരക്കാർമാരാണ് ഉള്ളത്. ഇനി അതിൽ ഓരോ പ്രത്യേകതകൾ. കുഞ്ഞാലി മരക്കാർമാർ എന്ന് പറഞ്ഞാൽ ആരാണ്? അവർ സാമൂതിരിയുടെ നാവിക പടത്തലവന്മാരാണ്. സാമൂതിരിയുടെ സമുദ്രതീരം കാക്കുന്ന ആൾക്കാരാണ് ഈ മരക്കാർമാർ എന്ന് പറയുന്നത്. കോട്ടയ്ക്കലാണ് അവരുടെ ആസ്ഥാനം. കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ അത് കോട്ടയ്ക്കലാണ്. ഈ കോട്ടയ്ക്കൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുപ്പണം കോട്ടയാണ് കുഞ്ഞാലി മരക്കാർമാരുടെ ആസ്ഥാനം. ഒന്നാമത്തെ ആള് ഞാൻ പറഞ്ഞു കുട്ടി അഹമ്മദ് അലി എന്ന് പറയുന്ന ആള് കുഞ്ഞാലി മരക്കാർ ഒന്നാമൻ. അയാളുടെ മെയിൻ യുദ്ധതന്ത്രം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടച്ചിട്ട് കടന്നു കളയുക എന്നാണ്. ഇനി അടുത്ത കുഞ്ഞാലി മരക്കാറിന്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങലാണ്, വടകരയിലാണ് കുഞ്ഞാലി മരക്കാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നുനാഡ കുൻഹ. ആരാണ് നുനാഡ കുൻഹ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നുനാഡ കുൻഹ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1529 ഈ പോർച്ചുഗീസുകാരും മരക്കാർമാരും ഒരുപാട് പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ മരക്കാർമാർക്കെതിരെ ശക്തമായ ഒരു പോർച്ചുഗീസ് അഡ്മിറലിനെ കൊണ്ടുവരേണ്ട ആവശ്യം വന്നു. അതുകൊണ്ട് കൊണ്ടുവന്ന ആളാണ് നുനാഡ കുൻഹ. 1529 അദ്ദേഹത്തെ പോസ്റ്റിംഗ് ചെയ്തു. 2 വർഷം കഴിഞ്ഞപ്പോൾ 1531 ചാലിയം കോട്ട അവർ സ്ഥാപിച്ചു. ബ്രിട്ടീഷുകാർ സാമൂതിരിക്കെതിരെ കൊണ്ടുവന്ന ഒരു കോട്ടയാണ്. അതായത് അതിനറിയപ്പെടുന്നത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ്. ചാലിയം കോട്ട 1531. ഇത് പണി കഴിപ്പിച്ചായിരുന്നു വെച്ചാൽ നുനാഡ കുൻഹയാണ്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ആളെ ഞാൻ പറഞ്ഞു കുട്ടി പോക്കർ അലി. മൂന്നാമത്തെ ആള് പടുമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ എന്നറിയപ്പെടുന്നു. ഒരുപാട് പ്രത്യേകതയുണ്ട്. അദ്ദേഹം പണ്ടകശാല സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. സാമൂതിരിയായിട്ട് വ്യവസ്ഥ ചെയ്ത് പണ്ടകശാല സ്ഥാപിച്ചിട്ടുള്ള ആളാണ്. പിന്നെ അടുത്ത മരക്കാർ കോട്ട പണി കഴിപ്പിച്ച അദ്ദേഹമാണ്. AD 1571 ചാലിയം കോട്ട ഈ പോർച്ചുഗീസുകാരിൽ നിന്ന് ഈ ചാലിയം കോട്ട പിടിച്ചെടുത്ത വ്യക്തി കൂടിയാണ് പടുമരക്കാർ. നാലാമത്തെ ആളാണ് മുഹമ്മദ് അലി. മുഹമ്മദ് അലിയുടെ പ്രത്യേകത വെച്ചാൽ മുഹമ്മദ് അലി മരക്കാർ കുഞ്ഞാലി മരക്കാർ നാലാമൻ എന്ന് പറഞ്ഞാൽ പൊന്നാനിയിൽ ബ്രിട്ടീഷുകാർ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. സാമൂതിരിയായിട്ട് ഉടമ്പടി വച്ച ശേഷം പൊന്നാനിയിൽ ബ്രിട്ടീഷുകാർ ഒരു ഫാക്ടറി സ്ഥാപിച്ചു. ആ സമയത്താണ് കുഞ്ഞാലി നാലാമൻ അല്ലെങ്കിൽ മുഹമ്മദ് അലി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അദ്ദേഹവും പിന്നെ സാമൂതിരിയായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അദ്ദേഹത്തെ കിങ് ഓഫ് മുസ്ലിം, അതായത് മുസ്ലിങ്ങളുടെ രാജാവ്, ഇന്ത്യൻ സമുദ്രാധിപതി എന്നൊക്കെ അറിയപ്പെടുന്നു. 1600 ഗോവയിൽ വെച്ച് ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടി വധിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരുപാട് സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം കാഴ്ചവെക്കുകയൊക്കെ ചെയ്തു, ആൾക്കാർക്ക് പേര് സൃഷ്ടിക്കാൻ വേണ്ടി. കുഞ്ഞാലി മരക്കാരുടെ പേരിൽ INS കുഞ്ഞാലി എന്ന് പറയുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. പിന്നെ INS കുഞ്ഞാലി മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ 2000 അദ്ദേഹത്തിൻ്റെ പേരിൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇത്രയാണ് കുഞ്ഞാലി മരക്കാർമാരെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി ഡച്ചുകാർ, ഈ സമയത്തൊക്കെയാണ് ഡച്ചുകാർ വന്നത്. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയത് AD 1595 ഡച്ചുകാർ ഇന്ത്യയിലെത്തി. യൂറോപ്പിൽ നിന്ന് വന്ന പ്രൊട്ടസ്റ്റ് ജനത എന്നാണ് അറിയപ്പെടുന്നത്. ഡച്ചുകാരെ യൂറോപ്പിൽ നിന്ന് വന്ന പ്രൊട്ടസ്റ്റ് ജനതയാണ്. അവര് കേരളത്തിൽ വന്ന് സാമൂതിരിയായിട്ട് ഉടമ്പടി സ്വീകരിക്കുകയും മറ്റു രാജാക്കന്മാരുമായിട്ട് ഉടമ്പടി സ്വീകരിക്കുകയും പോർച്ചുഗീസുകാരെ തുരത്തുകയും ചെയ്യുന്ന ആൾക്കാരാണ്.
പോർച്ചുഗീസിനെ തകർത്തത് ഡച്ചുകാരാണ് സത്യം പറഞ്ഞത്. ഡച്ചുകാർക്ക് മറ്റൊരു പ്രത്യേകത കൊണ്ട് ഇന്ത്യയിലെത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ വിദേശ ശക്തിയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യം തിരിച്ചുപോയ യൂറോപ്യന്മാരും ഡച്ചുകാരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് 1602-ലാണ്. എല്ലാ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നത് നമുക്ക് ലാസ്റ്റ് ഒരു ക്രോഡീകരിച്ച് പഠിക്കാൻ പറ്റും. 1605 മസൂലി പട്ടണത്താണ് ഡച്ചുകാർ ആദ്യമായിട്ട് ഒരു ഫാക്ടറി പണിഞ്ഞത്. ആദ്യമായിട്ടൊരു ഫാക്ടറി പണിഞ്ഞത് എവിടെയാണ്? മസൂലി പട്ടണത്താണ് 1605. സ്റ്റീവൻ വാൻഡർ ഹോഗ് എന്ന് പറയുന്ന ഡച്ച് അഡ്മിറൽ ആണ് 1604 നവംബർ 11 ആദ്യത്തെ കരാറ് കൊണ്ടുവന്നത്. ഫസ്റ്റ് കരാറ് ഇന്ത്യയിലെ ഒരു ഭരണാധികാരിയും ഡച്ചുകാരും തമ്മിൽ നടന്ന ആദ്യത്തെ കരാറാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഡേറ്റ് എഴുതുന്നത്. 1604 നവംബർ 11. ആരാണ്? സ്റ്റീവൻ വാൻഡർ ഹോഗ്. ശേഷം ഈ ഡച്ചുകാർ കൊല്ലം പോർച്ചുഗീസുകാരിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് പിടിച്ചെടുത്തു. ആ സമയത്ത് അഡ്മിറൽ ആരെന്ന് വെച്ചാൽ വാൻ ഗൂൺസ് 1658 കൊല്ലം പിടിച്ചെടുത്തത്. പിന്നെ അങ്ങോട്ട് യുദ്ധവും പിടിച്ചടക്കലിൻ്റെ കാലവുമായിരുന്നു. 1661 പള്ളിപ്പുറം കോട്ട ഡച്ചുകാർ പോർച്ചുഗീസിൽ നിന്ന് പിടിച്ചടക്കി. 1663 കൊച്ചി പട്ടണം പിടിച്ചടക്കി. കൂടാതെ കണ്ണൂർ കോട്ടയും പോർച്ചുഗീസുകാരിൽ നിന്ന് തുരത്തി പിടിച്ചടക്കി. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചാരെന്ന് ചോദിച്ചാൽ അത് പോർച്ചുഗീസുകാരാണ് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത്. എന്നാൽ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ഡച്ചുകാരൻ. ഡച്ച് കൊട്ടാരം പോർച്ചുഗീസുകാരും ബോൾഗാട്ടി പാലസ് ഡച്ചുകാരുമാണ് പണി കഴിപ്പിച്ചത്. മാറിപ്പോല് കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. അടുത്ത 1753 മാവേലിക്കര സന്ധി ആരുമായിട്ട് ഡച്ചുകാരെ ഒപ്പുവെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയായിട്ടാണ്. ഇത്രയാണ് ഡച്ചുകാരെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡെൻമാർക്കാണ്. ഡെൻമാർക്ക് അത് അടുത്ത സെക്ഷൻ. അടുത്തത് ഡെൻമാർക്ക് 1600 ശ്രദ്ധിക്കുക. ഡെൻമാർക്കാണ് 1616 കേട്ടോ. ഡെൻമാർക്കിൻ്റെ വർഷം മറന്നു പോയത്. 1611 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത് 1616. ക്രിസ്ത്യൻ ഫോർത്ത് ആയിരുന്നു ആ സമയത്തെ രാജാവ്. ഡെൻമാർക്ക് രാജാവ് ക്രിസ്ത്യൻ ഫോർത്ത് ആയിരുന്നു. 1620 ആദ്യത്തെ ഫാക്ടറി അവർ സ്ഥാപിച്ചു. ഡെൻമാർക്ക് അതിനുശേഷമുള്ള ഇന്ത്യയിലെ ഫാക്ടറികൾ എവിടെയൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് ട്രാൻസ്ക്യൂബാർ, തമിഴ്നാട്ടിലെ ട്രാൻസ്ക്യൂബാർ. അതിന് ഇപ്പോഴത്തെ പേര് തരംഗമ്പാടി എന്നാണ്. തരംഗമ്പാടി. പിന്നെ മറ്റൊന്ന് സെറാംപൂർ ബംഗാളിലാണ്. സെറാംപൂർ എവിടെയാണ്? ബംഗാൾ. ഓക്കെ. ഇനി ഇന്ത്യയിലെത്തിയ ലാസ്റ്റ് വിദേശ ശക്തി പഠിക്കാനുണ്ട്. ഇതിനിടയിൽ ബ്രിട്ടീഷ് ഉണ്ട്, നമുക്ക് പഠിക്കാം. ലാസ്റ്റ് വിദേശ ശക്തിയാണ് ഫ്രഞ്ചുകാർ. അതായത് യൂറോപ്യന്മാരിൽ ഫ്രഞ്ചുകാരാണ് അവസാനം വന്നത്. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. നമ്മൾ പഠിച്ച വർഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1616 ഡെൻമാർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1628 പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1660 അല്ലേ, ഡിസംബർ 31. അപ്പോൾ 664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നു. പിന്നെ കോൾബർട്ട് ആയിരുന്നു ആ സമയത്ത് അതിൻ്റെ സ്ഥാപകൻ. കോൾബർട്ട് ഫ്രഞ്ച് അഡ്മിറൽ. ലൂയി 14 കാലത്താണ് ഈ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത്. ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയെന്ന് ചോദിച്ചാൽ പോണ്ടിച്ചേരിയാണ്. ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ് ഈ പോണ്ടിച്ചേരിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഫ്രാങ്കോയിസ് മാർട്ടിൻ 1668 സൂററ്റിൽ അവരൊരു വ്യാപാര കേന്ദ്രം കൊണ്ടുവരികയും 69 മസൂരിയിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രങ്ങൾ മാഹി, യാനം, പോണ്ടിച്ചേരി, കാരക്കൽ, ചന്ദ്രനഗർ എന്നീ പറയുന്ന ഇപ്പോഴത്തെ കേന്ദ്രങ്ങളുടെ പ്രദേശങ്ങളാണ്. കേരളത്തിൻ്റെ അധിനിവേശ പ്രദേശമായ മാഹിയിൽ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിക്കുന്നത് 1721 മുതലാണ്. ഓക്കെ. ഇനി ഈ ഫ്രഞ്ചുകാരുടെ പതനത്തിന് കാരണം 1760 വാണ്ടി വാഷ് യുദ്ധമാണ്. 1760 വാണ്ടി വാഷ് യുദ്ധം. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യ വിട്ട് പോയി. ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് കർണാട്ടിക് വാർ. ഇതിനെക്കുറിച്ച് കഴിഞ്ഞ CPO പരീക്ഷയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് നമുക്ക് പഠിക്കാം. ബ്രിട്ടീഷുകാരെ കുറിച്ചൊന്ന് ബേസിക്ക് പറയാം. 1583 വന്ന ഇന്ത്യ സന്ദർശിച്ച ബ്രിട്ടീഷുകാരനാണ് മാസ്റ്റർ റാൽഫ് ഫിച്ച്. അദ്ദേഹം മാർഗദർശിയായ
ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നു. 1636 കുരുമുളക് ഇംഗ്ലണ്ടിലേക്ക് ബ്രിട്ടീഷുകാർ കയറ്റുമതി ചെയ്തത് കൊച്ചിയിൽ നിന്നാണ്. വർഷം 1636. 2021 പ്രിലിംസിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തക എവിടെ നിന്നാണ്? അഞ്ചുതെങ്ങ് മാത്രമല്ല, അവർക്ക് വ്യാപാര കുത്തകകൾ ഉണ്ടായിരുന്ന പണ്ടകശാലകൾ ഉണ്ടായിരുന്നത് മെയിനായിട്ട് അഞ്ചുതെങ്ങായിരുന്നു കുരുമുളക്. പക്ഷേ ആറ്റിങ്ങലുണ്ട്, വിഴിഞ്ഞമുണ്ട്, അഞ്ചുതെങ്ങുണ്ട്, തലശ്ശേരിയുണ്ട്. ഇതെല്ലാം ഒന്ന് പഠിച്ചിരിക്കുക. 1721 ആദ്യത്തെ സംഘടിത കലാപം നടന്നത്. ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നു. 1615 ക്യാപ്റ്റൻ കീലിംഗ് ആണ് സാമൂതിരി അയച്ച് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉടമ്പടി ഒപ്പുവെച്ചത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അച്ചടിയുമായി ബന്ധപ്പെട്ട് യൂറോപ്യന്മാർ കൊണ്ടുവന്ന മിഷൻ സൊസൈറ്റികൾ പഠിക്കണം. ഒന്ന് ലണ്ടൻ മിഷൻ സൊസൈറ്റി, LMS. ഇതിൻ്റെ പ്രവർത്തന മേഖല എവിടെയായിരുന്നു ചോദിച്ചിട്ടുണ്ട്. ട്രാവൻകൂർ ആണ്, തിരുവിതാംകൂറാണ്. അടുത്തത് CMSൻ്റെ പ്രവർത്തന മേഖല എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചി, തിരുവിതാംകൂറുമാണ്. അടുത്ത BM, ബാസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അതിൻ്റെ പ്രവർത്തന മേഖല മലബാറാണ്. ഇനി പഠിക്കാനുള്ളത് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ വീഡിയോയിൽ, രണ്ടാമത്തെ വീഡിയോയിൽ. ഓക്കെ, ഡച്ചുകാരുടെ സംഭാവനയാണ് മൊത്തത്തിലുള്ളത്. ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് വെച്ചാൽ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥമാണ്. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞാൽ മലബാറിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നു. മലയാളത്തിൽ മലബാറിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നു. ഇത് ലാറ്റിൻ ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ഇതിൽ പ്രതിപാദിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇത് പ്രസിദ്ധപ്പെടുത്താനെടുത്ത കാലഘട്ടം 1678 മുതൽ 1703 വരെയാണ്. 12 വാല്യങ്ങളായിട്ടാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. മലയാള ലിപി ആദ്യമായിട്ട് അച്ചടിച്ച ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ലാറ്റിൻ ഭാഷയിലാണെങ്കിലും അതിന് മലയാള ലിപി പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനു വേണ്ടി മുൻകൈ എടുത്ത ഡച്ച് അഡ്മിറലാണ് വാൻ റീഡ്. ഈ മലയാള ലിപി അതിൽ പ്രസിദ്ധപ്പെടുത്താൻ വേണ്ടി വാൻ റീഡിനെ സഹായിച്ചത് ഇമ്മാനുവൽ റോയിയാണ്. മാത്യൂസ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് ഇതിൽ പഠിക്കാറുണ്ട്. അതിനുവേണ്ടി രചനയ്ക്ക് വേണ്ടി സഹായിച്ച കാർമലൈറ്റ് സന്യാസിയായിരുന്നു ചോദിച്ചാൽ അത് മാത്യൂസ് ആണ്. അദ്ദേഹമാണ് ഇതിലെ ചിത്രങ്ങൾ വരച്ചത്. പ്രത്യേകമായിട്ട് പഠിക്കണം, ഈ ഗ്രന്ഥത്തിലെ ചിത്രങ്ങൾ വരച്ചത് മാത്യൂസ് ആണ്. ഇതിനുവേണ്ടി സഹായിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കടക്കരപ്പള്ളിയിലാണ്. കടക്കരപ്പള്ളി എന്ന് പറഞ്ഞാൽ ആലപ്പുഴയിലാണ് കടക്കരപ്പള്ളി, ചേർത്തലയ്ക്ക് അടുത്തായിട്ട് വരും. ഇത് ഫസ്റ്റ് ഇതിന്റെ ഗ്രന്ഥം ലാറ്റിൻ ഭാഷയിൽ പുറത്തിറക്കിയത് ആംസ്റ്റർഡാം നെതർലൻഡിലാണ്. ഇതിന്റെ മലയാള പതിപ്പ് പുറത്തിറക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത് കേരള സർവകലാശാല. അതിന് നേതൃത്വം നൽകിയ വ്യക്തി ചോദിച്ചാൽ ഡോക്ടർ KS മണിലാലാണ്. 2020 മണിലാലിന് പത്മശ്രീ പുരസ്കാരം ലഭിക്കുകയുണ്ടായി. ഇതിൽ ആദ്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന വൃക്ഷം തെങ്ങാണ്. അവസാനമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നത് ആൽമരം. ഇതിനുവേണ്ടി ഈ ഗ്രന്ഥം പുറത്തിറക്കാൻ സഹായിച്ച ബ്രാഹ്മണന്മാരുണ്ട്. എല്ലാവരും ഭട്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പു ഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട്. ഇനി ഇവരുടെ ഡച്ചുകാരുടെ മറ്റ് 2 പ്രധാനപ്പെട്ട സംഭാവനയാണ്. ഒന്ന്, പാശ്ചാത്യ ശാസ്ത്രം ഇന്ത്യയിൽ പ്രസിദ്ധപ്പെടുത്തി ശാസ്ത്രീയമായ കൃഷിരീതി ഇന്ത്യയിൽ കൊണ്ടുവന്നു. അവർ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരുന്നത് തെങ്ങ് കൃഷിക്കും നെൽകൃഷിക്കുമായിരുന്നു. പിന്നെ അമരി തൈകൾ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മറ്റൊന്ന് 1744 കൊച്ചിയിൽ അവർ പണികഴിപ്പിച്ച ബോൾഗാട്ടി കൊട്ടാരത്തെക്കുറിച്ചാണ്. ഡച്ച് കൊട്ടാരം പണികഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. പക്ഷേ ബോൾഗാട്ടി പാലസ് പണികഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ഉപ്പ് നിർമ്മാണം അവരുടെ ഒരു സംഭാവനയാണ്. വസ്ത്രങ്ങൾക്ക് ചായം മുക്കൽ അവരുടെ സംഭാവന. ആരുടെയാണ്? ഡച്ചുകാരുടെ. വസ്ത്രങ്ങൾക്ക് ചായം മുക്കൽ ഡച്ചുകാരുടെ സംഭാവനയാണ്. ഇതിനു വേണ്ടി ഡച്ചുകാർ തിരഞ്ഞെടുത്ത ഇന്ത്യൻ ജനത എവിടെ ഉള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൂത്തുക്കുടിയിൽ നിന്നുള്ള ജനതയാണ്. തൂത്തുക്കുടി. കുഷ്ഠരോഗത്തിന് വേണ്ടിയിട്ടുള്ള ആശുപത്രി, കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള ആശുപത്രി ഡച്ചുകാർ പണി കഴിപ്പിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ പള്ളിപ്പുറത്താണ്. ഡച്ചുകാരുടെ വലിയ സംഭാവന ചേറ്റുവ കോട്ട, തൃശ്ശൂർ. 1714 ചേറ്റുവ കോട്ട.
കുറച്ച് സമാധാനത്തോടെ നിങ്ങൾ കേട്ടിരുന്നാലേ ഇത് പഠിക്കാൻ പറ്റുള്ളൂ. തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ്, ഒരുപാട് ഭരണാധികാരികളെ പഠിക്കാനുണ്ട്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൊട്ട് ശ്രീചിത്ര തിരുനാൾ വരെ പഠിക്കാനുണ്ട്. ആദ്യം തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്തെന്ന് പഠിക്കാം. വഞ്ചി ഭൂപതിമാർ എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ഈ തിരുവിതാംകൂർ രാജാക്കന്മാർ. വഞ്ചി ഭൂപതിമാർ എന്ന സ്ഥാനപ്പേരാണ്. വനിതാ പോലീസിനെ ആദ്യമായിട്ട് നിയമിച്ച നാട്ടുരാജ്യം ഏതെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറാണ്. WCP. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നാണയം ഇറക്കാൻ അധികാരമുണ്ടായിരുന്ന ഏക നാട്ടുരാജ്യം. ആദ്യത്തെ സെൻസസ് നടത്തിയ നാട്ടുരാജ്യം 1888 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത്. ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നായിരുന്നു മന്ത്രിമാർ അറിയപ്പെട്ടിരുന്നത്. ശ്രീ പത്മനാഭ ദാസൻ എന്നാണ് രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത്. വഞ്ചീശ മംഗളം തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിൻ്റെ ദേശീയ ഗാനമാണ്. അത് രചിച്ചത് ഉള്ളൂരാണ്. വഞ്ചീശ മംഗളം. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ക്യാപ്റ്റൻ ഡിലനോയിയാണ്. വലിയ ദിവാൻജി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ. ഹിരണ്യഗർഭം ഇതെന്ന് പറയുന്നത്, ഹിരണ്യഗർഭം എന്ന് പറഞ്ഞാൽ ഈ തിരുവിതാംകൂർ ഭരിച്ച രാജാക്കന്മാരുടെ സ്ഥാനത്തിലേക്ക് കയറുന്ന ചടങ്ങാണ്. അപ്പോൾ ആ സമയത്ത് അവർ ഉപയോഗിക്കുന്ന പാല് കലർത്തിയ ഒരു മിശ്രിതമുണ്ട്, അതാണ് പഞ്ചഗവ്യം. തിരുവിതാംകൂറിൻ്റെ മുദ്ര ശംഖാണ്. മതിലകം രേഖകൾ എന്ന് പറയുന്നത് ശ്രീ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് അവർക്ക് കിട്ടിയ ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച രേഖകൾ അറിയുന്നു. അതിലാദ്യം നമ്മൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടം 1729 തൊട്ട് 58 വരെയാണ്. ഇതിൻ്റെ ഇടയിൽ ഏത് സംഭവം ചോദിച്ചാലും ആ വർഷം ആരുടെയാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെയാണ്. മരുമക്കത്തായം സമ്പ്രദായം വഴി സ്ഥാനത്തിലെത്തിയ ഫസ്റ്റ് രാജാവ്. 1706 ജനനം. 1706. കിളിമാനൂർ കോയി തമ്പുരാനാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. കിളിമാനൂർ കോയി തമ്പുരാൻ. ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നും തിരുവിതാംകൂറിൻ്റെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നതും ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ നയമുണ്ട്. ചോരയും ഇരുമ്പിൻ്റെയും നയമാണ്. ചോരയും ഇരുമ്പും ചേർന്ന നയമാണ് അദ്ദേഹത്തിൻ്റെ നയം. തിരുവിതാംകൂറിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക അശോകൻ. പത്മനാഭപുരം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം. പത്മനാഭപുരം. ഇനി മാവേലിക്കര, അദ്ദേഹത്തിൻ്റെ വ്യാപാര തലസ്ഥാനമായിരുന്നു മാവേലിക്കര. 1723, വളരെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. ബ്രിട്ടീഷുകാർ ആദ്യമായിട്ടൊരു ഇന്ത്യൻ ഭരണാധികാരിയുമായിട്ട് കൊണ്ടുവന്ന ഫസ്റ്റ് കരാറാണ് 1723 വേണാട് ഉടമ്പടി. ഈ വേണാട് ഉടമ്പടിയുടെ പ്രത്യേകത, അതിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിൻകര രാജകുമാരൻ എന്ന പേരിലാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഒപ്പുവെച്ചിരിക്കുന്നത്. 1723 വേണാട് ഉടമ്പടി ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് കരാർ. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം കായംകുളത്ത് പണി കഴിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ്. കണ്ടെഴുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ കലാരീതിയാണ്. അത് കണ്ടെഴുത്ത് എന്ന് ഭൂ സർവേ. അതിനുവേണ്ടി 1739 ഈ കണ്ടെഴുത്ത് അല്ലെങ്കിൽ ഭൂ സർവേ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹം നിയമിച്ചത് മല്ലൻ ശങ്കരനെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഭൂമി 4 തരംതിരിച്ചു. ദേവസ്വം വക, ബ്രഹ്മസ്വം വക, ദാസം, പണ്ടാരം വക എന്നിങ്ങനെ 4 തരംതിരിച്ചു. അപ്പോൾ ആ സമയത്ത് കരപ്പിരിവ് നടത്തിയിരുന്നത്, നികുതി പിരിച്ചിരുന്നത് 8 വീട്ടിൽ പിള്ളമാർ എന്ന നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഈ മാടമ്പികളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം അവരുടെ തറവാട് ഇടിച്ചു നിരത്തി അവിടെ കുളം തോണ്ടുകയും ചെയ്തു. അവരെ എന്ത് ചെയ്തു? ഉന്മൂലനം ചെയ്തു. അതിനുശേഷമാണ് മലയാളത്തിൽ കുളം തോണ്ടുക എന്ന ഒരു ശൈലി പ്രചാരത്തിൽ വന്നത്. ശുചീന്ദ്രം കൈമുക്ക് സമ്പ്രദായം കൊണ്ടുവന്ന രാജാവ് അനിഴം തിരുനാളാണ്. ഈസ്റ്റ് ഫോർട്ടും വെസ്റ്റ് ഫോർട്ടും, കിഴക്കേ കോട്ടയും പടിഞ്ഞാറേ കോട്ടയും പണിയെടുപ്പിച്ച രാജാവ്. ജന്മിത്തം തിരുവിതാംകൂറിൽ അവസാനിപ്പിച്ച രാജാവ്. ഉദയഗിരി കോട്ട പുതുക്കി പണിഞ്ഞ രാജാവ്. മറവപ്പട എന്ന പേരിൽ തിരുവിതാംകൂറിൽ സ്ഥിരമായ ഒരു സൈന്യത്തെ നിയമിച്ച രാജാവ്.
വട്ടക്കോട്ട നിർമ്മിച്ച രാജാവ്. പൊന്മന, പുത്തൻമന എന്നീ പേരുകളിൽ അണക്കെട്ടുകൾ നിർമ്മിച്ച രാജാവ്. രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഇദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന ആൾക്കാരാണ്. ഇത്രയാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ഫസ്റ്റ് ടോപ്പിക്കുകൾ. ഇനി യുദ്ധങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത്. മാർത്താണ്ഡവർമ്മ എൻഡിങ് പാർട്ടാണ്. അപ്പോൾ കുളച്ചിൽ യുദ്ധവും പുറക്കാട് യുദ്ധവും ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കാരണം വേറെ കുറേ ഉണ്ട്. ആനന്ദേശ്വരി യുദ്ധം, അങ്ങനെ കൊച്ചി, അങ്ങനെ കൊല്ലം യുദ്ധം, അങ്ങനെ ഒരുപാടുണ്ട്. കിളിമാനൂർ ഒന്നും പ്രശ്നം ഉണ്ടാക്കി. അതിൽ എനിക്ക് പ്രതീക്ഷയുള്ളത് ഇതാണ്. ആവശ്യമില്ലാത്ത പോയിന്റ് ഞാൻ പറയുന്നത്. കുളച്ചൽ യുദ്ധം എന്നാൽ പറയേണ്ട പൂർണ്ണമായിട്ട് പറയുന്നുണ്ട്. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാർക്കെതിരെയാണ്. ഡച്ചുകാരെ കേരളത്തിൽ നിന്ന് തുരത്തി ഓടിച്ച യുദ്ധം എന്ന് വെച്ചാൽ അത് കുളച്ചൽ യുദ്ധമാണ്. ഇനി ശേഷം ഒരു സന്ധിയും കൂടെ കഴിയുമ്പോൾ ഇതിൻ്റെ പരിപാടി കഴിയും. ഡച്ചുകാർ രണ്ടാമത് വന്ന് ഫസ്റ്റ് തിരിച്ചു പോയി. ഡച്ചുകാർക്കെതിരെ കുളച്ചൽ യുദ്ധം നടത്തിയ വർഷം 1741 ഓഗസ്റ്റ് 10. ഈ കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലം ഇപ്പം തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലാണ്. ക്യാപ്റ്റൻ ഡിലനോയി, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ക്യാപ്റ്റൻ ഡിലനോയിയാണ് പരാജയപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഉദയഗിരി കോട്ടയിലാണ്. ഈ ഉദയഗിരി കോട്ട നിർമ്മിച്ചത് വീര രവിവർമ്മയാണ്. പുതുക്കി പണിഞ്ഞതാണ് അനുയം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പുറക്കാട് കലാപം 1746 കായംകുളത്ത് നടന്ന ഒരു വലിയ വാറാണ്. മാവേലിക്കര ഉടമ്പടി. ഡച്ചുകാർ കേരളം വിട്ട് ഇന്ത്യ വിട്ട് പോകണം എന്ന് പറഞ്ഞ ഒരു ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. ഇന്ത്യ വിട്ടെന്നല്ല, കേരളം നമ്മുടെ തിരുവിതാംകൂർ വിട്ട്. ഓക്കെ. 1753 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയ ആ ദിവസം. കുരുമുളകിന് പകരം യുദ്ധക്കോപ്പുകൾ അല്ലെങ്കിൽ യുദ്ധ സാമഗ്രികൾ അവർ തിരുവിതാംകൂറിന് നൽകണം, എങ്കിൽ കുരുമുളക് അവർക്ക് തരാം. ആ ഒരു പരിപാടിയിൽ കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഏതാണ്? മാവേലിക്കര ഉടമ്പടി. പിന്നെ തിരുവിതാംകൂറിൻ്റെ ഭരണകാര്യങ്ങളിൽ നിങ്ങൾ മേലെ ഇടപെട്ട് പോരുതെന്നും പറഞ്ഞു. അതോടുകൂടി ഡച്ചിൻ്റെ പരിപാടി പിന്നെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി തിരിച്ചു പോവുകയും. ഒന്നാം തൃപ്പടിദാനം അവർ നടത്തിയത് 1750 ജനുവരി 3 അരരം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഒന്നാം തൃപ്പടിദാനം. എന്ന് വെച്ചാൽ ഈ രാജ്യം, തിരുവിതാംകൂർ രാജ്യം, ശ്രീ പത്മനാഭസ്വാമിക്ക് ഉള്ളതാണ്, അദ്ദേഹത്തിൻ്റെ മേൽ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞത്. അതിനുള്ള ചടങ്ങാണ് ഒന്നാം തൃപ്പടിദാനം. രണ്ടാം തൃപ്പടിദാനം 1766 നമ്മളിത് പഠിക്കും. അടുത്ത രാജാവ് കാർത്തിക തിരുനാൾ രാജാവാണ്. ഇനി ആ സമയത്ത് ഉപയോഗിച്ചിരുന്ന പദങ്ങളും കാര്യങ്ങളും. ബജറ്റിനെ അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക് എന്നാണ്. നമ്മൾ മറവപ്പട, സ്ഥിര സൈന്യം, ഭൂ സർവേ, കണ്ടെഴുത്ത്, അതൊക്കെ പഠിച്ച പോലെ ബജറ്റ് അറിയപ്പെട്ടിരുന്നത് പതിവ് കണക്ക് എന്ന പേരിലാണ്. ചൗക്കകൾ എന്നറിയപ്പെട്ടിരുന്നത് എന്താണ്? ചെക്ക് പോസ്റ്റിനെയാണ് ചൗക്കകൾ എന്നറിയപ്പെട്ടിരുന്നത്. അഞ്ചൽ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസ് സമ്പ്രദായത്തെയാണ് അഞ്ചൽ എന്ന് അറിയപ്പെട്ടിരുന്നത്. പകുതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസാണ് പകുതികൾ. വില്ലേജ് ഓഫീസറിനെ അറിയപ്പെടുന്നത് പർവർത്തിക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. മണ്ഡപത്തും വാതിൽക്കൽ. എന്താണ് മണ്ഡപത്തും വാതിൽക്കൽ എന്ന് പറഞ്ഞാൽ താലൂക്ക് ഓഫീസിനെയാണ് മണ്ഡപത്തും വാതിൽക്കൽ എന്ന് പറയുന്നത്. തഹസിൽദാറിനെ കാര്യക്കാർ എന്നും ധനമന്ത്രിയെ മുളക് മടി ശീലക്കാർ എന്നും അറിയപ്പെട്ടിരുന്നു. മുളക് മടി ശീലക്കാർ. പിന്നെ താഴെ എഴുതിയിരിക്കുന്ന ഭദ്ര ദീപം, അതേപോലെ മുറജപം, ഇതൊക്കെ അദ്ദേഹത്തിന്റെ കാലത്ത് വന്ന ചടങ്ങുകളാണ്. മുറജപം 1750 ഈ സമയത്ത്. എട്ടര യോഗം. എന്താണ് എട്ടര യോഗം എന്ന് പറഞ്ഞാൽ 8 പോറ്റിമാരും രാജാവും ചേർന്ന സമിതി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ നടപ്പിലാക്കിയിരുന്ന 8 പോറ്റിമാരാണ്. അപ്പം അതിനുവേണ്ടി വോട്ടുണ്ട്. അതിൻ്റെ കാര്യം, ആ ട്രസ്റ്റ് പരമായ വോട്ടിന് 8 പോറ്റിമാർക്ക് ഓരോ വോട്ട് വെച്ച് 8 വോട്ടുകളും രാജാവിന് അര വോട്ടുമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് എട്ടര യോഗം എന്ന് പറഞ്ഞ സംഭവം. ഇത്രയാണ്. ഇനി അടുത്ത് പഠിക്കേണ്ട കാർത്തിക തിരുനാളാണ്. നമ്മൾ അനുജൻ തിരുനാളിനെ കുറിച്ച് ഒരുപാട് പഠിച്ചില്ലേ, പക്ഷേ കാർത്തിക തിരുനാളിനെ കുറിച്ച് ഒറ്റ ഇതിലങ്ങ് തീരും. കാർത്തിക തിരുനാൾ രണ്ടാമത്തെ രാജാവാണ്. 1758 തൊട്ട് 98 വരെ ഭരിച്ച്. മറ്റേ നമ്മുടെ അനുജൻ തിരുനാൾ 729 തൊട്ട് 58 വരെയാണ്. 58 അദ്ദേഹം നാട് നീങ്ങി. അമ്മച്ചിപ്ലാവിലാണ് അദ്ദേഹം അഭയം നേടിയത്. ഓക്കെ. 1758 തൊട്ട് 98 വരെ ഇത്രയും കാലമാണ്. തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവായിരുന്നു വെച്ചാൽ കാർത്തിക തിരുനാളാണ്.
ധർമ്മരാജ, കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ മറ്റു പേരുകളാണ് ധർമ്മരാജ, കിഴവൻ രാജ എന്നൊക്കെ അറിയപ്പെടുന്നു. ഓക്കെ. ഈ പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയ രാജാവ് ഇദ്ദേഹമാണ്. രണ്ടാം തൃപ്പടിദാനം നടത്തി 1766. ആട്ടക്കഥകൾ രചിച്ച മഹാരാജാവ്. രാജസൂയം ആട്ടക്കഥ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആട്ടക്കഥകൾ. പിന്നെ കുറേ ഉണ്ട്. കല്യാണ സൗഗന്ധികം, നരകാസുരവധം, ഒരുപാടുണ്ട്. ഇനി ബലരാമ ഭാരതം അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പ്രത്യേകം വെച്ചാൽ ഭരതമുനി രചിച്ച നാട്യശാസ്ത്രത്തെക്കുറിച്ച് ഉദ്ഘോഷിച്ച് എഴുതിയിട്ടുള്ള ഒരു കൃതിയാണ് ബലരാമ ഭാരതം. അദ്ദേഹത്തിൻ്റെ ആസ്ഥാന കവി ഉണ്ണായി വാര്യരാണ്. 1762 പ്രത്യേകത ഉണ്ട്. ശുചീന്ദ്രം ഉടമ്പടി, കൊച്ചിയുമായി സഹകരിച്ച് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പിട്ട ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി. ഓക്കെ. ഇദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ടിപ്പു സുൽത്താൻ ഹൈദരാലിയൊക്കെ മലബാർ ആക്രമിച്ചത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നെടുങ്കോട്ട തൃശ്ശൂരിൽ സ്ഥാപിച്ചത് കാർത്തിക തിരുനാളാണ്. ഈ നെടുങ്കോട്ട നമ്മുടെ ടിപ്പു സുൽത്താൻ 1789 ആക്രമിക്കുകയുണ്ടായി. വിഴിഞ്ഞത്ത് ബ്രിട്ടീഷുകാർക്ക് ഇംഗ്ലണ്ടിൻ്റെ ഫ്ലാഗ് ഉയർത്താൻ അനുമതി നൽകിയത് കാർത്തിക തിരുനാളാണ്. ഇതര മതക്കാർക്ക് അഭയം നൽകിയതിനെ തുടർന്ന് നല്ല കാര്യങ്ങൾ ചെയ്തതിനെ തുടർന്ന് റോമിന് പോപ്പിന്റെ കത്ത് ലഭിച്ചത് കാർത്തിക തിരുനാളാണ്. പത്മനാഭപുരം ക്ഷേത്രത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 1000 കൽ മണ്ഡപം സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന് 2 മന്ത്രിമാരുണ്ടായിരുന്നു. ആദ്യത്തെ മന്ത്രി അയ്യപ്പൻ മാർത്താണ്ഡ വർമ്മയും രണ്ടാമത്തത് രാജാ കേശവദാസുമാണ്. അവരെക്കുറിച്ച് പഠിച്ചിരിക്കണം. വർക്കല നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. തെക്കേ മുഖം, വടക്കേ മുഖം, പടിഞ്ഞാറേ മുഖം എന്നിങ്ങനെ റവന്യൂ 3 തരംതിരിച്ചു തിരുവിതാംകൂറിൽ. 1762 ഈ ശുചീന്ദ്രം ഉടമ്പടിയിൽ, കൊച്ചിയായിട്ടുള്ള ശുചീന്ദ്രം ഉടമ്പടിയിൽ ധാരണാപത്രത്തിൽ ഏർപ്പെട്ട ദിവാനായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയാണ്. മാർത്താണ്ഡ വർമ്മയാണ്, പേരുകൾ മാറിപ്പോലെ. രാജാ കേശവദാസ് രണ്ടാമത്തെ ആളാണ്. ദിവാൻ എന്ന സ്ഥാനപ്പേര് ആദ്യമായിട്ട് സ്വീകരിച്ച ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് രാജാ കേശവദാസാണ്. അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകിയത് മോണിംഗ്ടൺ പ്രഭുവാണ്. കേശവപിള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. ചാലക്കമ്പോളത്തിൻ്റെയും ആലപ്പുഴ നഗരത്തിൻ്റെയും ശില്പി രാജാ കേശവദാസാണ്. MC റോഡിൻ്റെ പണി തുടങ്ങിയത് രാജാ കേശവദാസാണ്. ഈ നെടുങ്കോട്ട പണി പൂർത്തിയായപ്പോൾ ദിവാൻ. ആലപ്പുഴയിൽ അദ്ദേഹം ഒരു തടി ഡിപ്പോ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ. ഇത്ര നിങ്ങൾ പഠിക്കും. അടുത്ത പാർട്ടിൽ ബാക്കി നമുക്ക് എടുക്കാം.